ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും ബെറ്റർ ഓപ്പണിംഗ് ആണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നല്ല രീതിയിലുള്ള പോസിറ്റീവ് സെൻറ്റിമെൻറ്റിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കൻ മാർക്കറ്റുകൾ 4 ആഴ്ചത്തെ ലോസിന് ശേഷം കഴിഞ്ഞ ആഴ്ചയിൽ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ചൈനീസ് മാർക്കറ്റുകൾ മാത്രമാണ് വീക്ക് ടു വീക്ക് കഴിഞ്ഞ ആഴ്ചയിൽ വീക്കായിട്ട് ക്ലോസ് ചെയ്തിരുന്നത്. മറ്റു മാർക്കറ്റുകളെല്ലാം തന്നെ വീക്ക് ടു വീക്ക് ബെറ്റർ ആയിരുന്നു. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് 3055.80 ഡോളർ പെർ ഔൺസ് സ്പോട്ട് ഗോൾഡ് റെക്കോർഡ് ഹൈ കഴിഞ്ഞ ആഴ്ചയിൽ ഹിറ്റ് ചെയ്തിരുന്നു. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് 3017 ഡോളർ പെർ ഔൺസിനാണ്. ജൂൺ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത് 3054 ഡോളർ പെർ ഔൺസിനാണ്. കോപ്പറും ഇന്ന് ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള കമ്പനികളിൽ റിലയൻസ് ഇൻഡസ്ട്രീസ്, ഡൽഹി വറി, അതുപോലെ തന്നെ ഡിക്സൺ ടെക്നോളജീസ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, അഡാനി എനർജി സൊല്യൂഷൻസ്, DLF, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, പവർ ഗ്രിഡ്, NCC ലിമിറ്റഡ്, CG പവർ ചൈനയിൽ ഒരു ഹോളി ഓൺ സബ്സിഡറി ഫോം ചെയ്തിട്ടുണ്ട്. സെമി കണ്ടക്ടർ സബ്സിഡറിയാണ്. CG പവറിനെ സംബന്ധിച്ച് ഈ ന്യൂസ് വളരെ പോസിറ്റീവാണ്. അതുപോലെ തന്നെ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ബാംഗ്ലൂരിൽ 10 ഏക്കർ ലാൻഡ് അക്വയർ ചെയ്തിട്ടുണ്ട്. ഈ ന്യൂസ് ഗോദ്രേജ് പ്രോപ്പർട്ടീസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. IPO ലോക്കിംഗ് അവസാനിക്കുന്ന കമ്പനികൾ ഇന്ന് ട്രാൻസ്റെയിൽ ലൈറ്റിംഗ് ഉണ്ട്, DIM ക്യാപിറ്റൽ ഉണ്ട്, മമത മിഷനറി ഉണ്ട്, സനാതൻ ടെക്സ്റ്റൈൽസ് ഉണ്ട്, കോൺകോർഡ് എൻവിറോ ഉണ്ട്, ഐഡൻറ്റിക്കൽ ബ്രെയിൻ സ്റ്റുഡിയോസ് ഉണ്ട്. ഈ കമ്പനികൾക്ക് ആങ്കർ ഇൻവെസ്റ്റേഴ്സിൻ്റെ ലോക്കിൻ പീരീഡ് അവസാനിക്കുകയാണ്. ഒരുപക്ഷെ സെല്ലിംഗ് ഒക്കെ വന്നേക്കാം. പക്ഷേ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് വീക്കായ കാരണം എത്രത്തോളം സെല്ലിംഗ് വരും എന്നുള്ള കാര്യം നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും ഒന്ന് കോഷൻ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന താരിഫ് ന്യൂസ് ഫ്ലോസ് പൊതുവെ ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിരിക്കും. സെക്ടറൽ താരിഫുകൾ അമേരിക്ക ഇമ്പോസ് ചെയ്തിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ രംഗത്തൊക്കെ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസാണ്. ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസും അതുപോലെ തന്നെ UBS പോലുള്ള റിസർച്ച് ഹൗസുകളുടെ പ്രഡിക്ഷനും 2025 അവർ പറയുന്നു യൂറോപ്പ്, ചൈന, എമർജിംഗ് മാർക്കറ്റുകളാണ് ഔട്ട് പെർഫോം ചെയ്യാൻ പോകുന്നതാണ്. US അണ്ടർ പെർഫോം ചെയ്യുന്നതാണ്. UBS സ്വിസ് റിസർച്ച് കമ്പനിയാണ്. ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസൊക്കെ മാർക്കറ്റിലുണ്ട്. F&O എക്സ്പയറി ആണ് ഈ ആഴ്ചയിൽ. നമ്മൾ ഇതുവരെയുള്ള റോൾ ഓവർ ഇൻഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏപ്രിൽ മാസത്തേക്ക് ലോങ് പൊസിഷൻ റോൾ ഓവർ ആണ് നടക്കുന്നത്. അതുപോലെ തന്നെ പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ ബുള്ളിഷാണ് സെൻറ്റിമെൻറ്റ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സെൻറ്റിമെൻറ്റ് തന്നെയാണ് നമ്മൾ ഈ ആഴ്ചയും അടുത്ത ആഴ്ചകളിലൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം ക്വാർട്ടർ 4 ND ആണ്. ഈ ധനകാര്യ വർഷം മാർച്ച് 31 അവസാനിക്കുകയാണ്. നോർമലി എല്ലാ ധനകാര്യ വർഷം അവസാനിക്കുമ്പോഴേക്കും പുതിയ ധനകാര്യ വർഷത്തേക്ക് റോൾ ഓവർ കൂടാറാണ് പതിവ്. മാർക്കറ്റ് ബെറ്റർ ആവാറാണ് പതിവ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലും കാണാൻ സാധിക്കും. ഇപ്രാവശ്യം പ്രത്യേകിച്ച് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് വീക്കായി നിൽക്കുന്നൊരു അവസരമാണ്. അതുകൊണ്ട് തന്നെ ഏത് പോസിറ്റീവ് അനൗൺസ്മെൻറ്റുകളും മാർക്കറ്റിലൊരു ബുള്ളിഷ് ബയാസ് ക്രിയേറ്റ് ചെയ്തേക്കാം. നിഫ്റ്റിയും സെൻസസും ഒരുപക്ഷെ 23,800 24,000 ലെവലിലേക്ക് ഉയരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ വളരെ കോഷ്യസ് ആയിട്ട് മൂവ് ചെയ്യുക. ഓപ്ഷൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് 23,800 കോൾ ഓപ്ഷൻ ട്രൈ ചെയ്യുന്നതൊക്കെ നന്നായിരിക്കും. കാരണം ഈ F&O എക്സ്പയറോട് കൂടിയിട്ട് മാർക്കറ്റിലൊരു പോസിറ്റീവ് ബയാസ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററി അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.